1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LGS മുതൽ ഡിഗ്രി ലെവൽ എക്സാമിന് വരെ സ്ഥിരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ഒന്നാമത്തെ ചോദ്യം, ഐക്യ കേരളം രൂപീകൃതമായ വർഷം. ഐക്യ കേരളം രൂപീകൃതമായ വർഷമാണ് 1956 നവംബർ 1. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റത് എന്ന്? കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റത് 1957 ഏപ്രിൽ 5. ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ആദ്യ മന്ത്രിസഭ അധികാരമേറ്റത് 1957 ഏപ്രിൽ 5. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? ഒന്നാം കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. 126 + 1, ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ. അടുത്ത ചോദ്യം, ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്ര? ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിടപ്പെട്ട ആദ്യ കേരള മന്ത്രിസഭ ഏത്? ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിട്ട ആദ്യ കേരള മന്ത്രിസഭ. ആദ്യ മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ, ആർട്ടിക്കിൾ 356 പ്രകാരം. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് R ശങ്കരനാരായണൻ തമ്പി. R ശങ്കരനാരായണൻ തമ്പി. 10ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്നത് ആര്? ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തിയായിരുന്നു V വിശ്വനാഥൻ. ആദ്യത്തെ മലയാളിയുമായിരുന്നു V വിശ്വനാഥൻ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഗവർണറായിരുന്നു B രാമകൃഷ്ണ റാവു. ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ മലയാളിയായിരുന്ന കേരള ഗവർണറായിരുന്നു V വിശ്വനാഥൻ. അടുത്ത ചോദ്യം, കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തി. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയായിരുന്നു VV ഗിരി. 13ാമത്തെ ചോദ്യം, വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിൻ്റെ കാലയളവ് എന്ന്? വിമോചന സമരത്തിൻ്റെ കാലയളവ് 1959 ജൂൺ 12 മുതൽ 1959 ജൂലൈ 31 വരെ. 1959 ജൂൺ 12 മുതൽ 1959 ജൂലൈ 31 വരെ. പ്രസ്താവന രീതികളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു R ശങ്കർ. R ശങ്കറിൻ്റെ പത്രമാണ് ദിനമണി. ദിനമണി. കാസർഗോഡ് കേരളത്തിലെ 14ാമത്തെ ജില്ലയായി നിലവിൽ വന്നതെന്ന്? കാസർഗോഡ് കേരളത്തിലെ 14ാമത്തെ ജില്ലയായി നിലവിൽ വന്നത് 1984 മെയ് 24. 1984 മെയ് 24. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടേം സ്പീക്കറായിരുന്നു റോസമ്മ പുന്നൂസ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെൻറ്റ് അംഗം ആര്? കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെൻറ്റ് അംഗമാണ് ആനി മസ്കറിൻ. അപ്പോൾ കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കറായിരുന്നു റോസമ്മ പുന്നൂസ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെൻറ്റ് അംഗമാണ് ആനി മസ്കറിൻ. മാറിപ്പോയത്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. അടുത്ത ചോദ്യം, ഒന്നാം കേരള നിയമസഭയിലെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി.
ആദ്യം സത്യപ്രതിജ്ഞ വ്യക്തിയായിരുന്നു റോസമ്മ പുന്നൂസ്. നേരത്തെ പറഞ്ഞ പ്രോടൈം സ്പീക്കർ. അപ്പോൾ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവാചാരി. NES രാഘവാചാരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ. 23ാമത്തെ ചോദ്യം, 1975 അടിയന്തരാവസ്ഥാ കാലത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 1975 അടിയന്തരാവസ്ഥാ കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നു C. അച്യുതമേനോൻ. 24, 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി. 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് C. അച്യുതമേനോൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ UDF മുഖ്യമന്ത്രിയാണ് K. കരുണാകരൻ. മാറിപ്പോയത്. 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് C. അച്യുതമേനോൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ UDF മുഖ്യമന്ത്രിയാണ് K. കരുണാകരൻ. ഏറ്റവും കുറഞ്ഞ കാലം കേരള മുഖ്യമന്ത്രിയായത് CH മുഹമ്മദ് കോയ. ഏറ്റവും കുറഞ്ഞ കാലം കേരള മുഖ്യമന്ത്രിയായത് CH മുഹമ്മദ് കോയ. അടുത്ത ചോദ്യം, കേരള പ്ലാനിംഗ് ബോർഡ് രൂപീകൃതമായ വർഷം. കേരള പ്ലാനിംഗ് ബോർഡ് രൂപീകൃതമായ വർഷം 1967. കേരള പ്ലാനിംഗ് ബോർഡ് രൂപീകൃതമായ വർഷം 1967. കേരള ലോട്ടറി ആരംഭിച്ച വർഷം 1967. അപ്പോൾ 1967 2 കാര്യങ്ങൾ ഉണ്ട്. കേരള പ്ലാനിംഗ് ബോർഡ്, കേരള ലോട്ടറി. കേരള പ്ലാനിംഗ് ബോർഡ് 1967, കേരള ലോട്ടറി 1967. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് എന്നാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് 1991 ഏപ്രിൽ 18. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് 1991 ഏപ്രിൽ 18. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായത് ഏത് വർഷം? കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായത് 2016. 2016 കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായത്. KSRTC നിലവിൽ വന്ന വർഷം. KSRTC നിലവിൽ വന്നത് 1965. KSRTC നിലവിൽ വന്ന വർഷം 1965. KSEB നിലവിൽ വന്ന വർഷം. KSEB നിലവിൽ വന്ന വർഷം 1957. അപ്പോൾ കേരള പ്ലാനിംഗ് ബോർഡ്, കേരള ലോട്ടറി 1967. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് 1991 ഏപ്രിൽ 18. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായത് 2016. KSRTC നിലവിൽ വന്നത് 1965. KSEB നിലവിൽ വന്നത് 1957.